രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടക്കുക. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 10 മണിക്കാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണന്റെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകും. ഇന്ന് 10 മണിയോടെയായിരിക്കും ഈ ഒരു രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരിക്കും ഈ ചടങ്ങ് നടക്കുക. അതുപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരിക്കും ഈ ഒരു സത്യവാചകം ഈ ഉപരാഷ്ട്രപതിക്ക് CP രാധാകൃഷ്ണന് അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കുക. എന്തായാലും ഈ ഒരു ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരടക്കം ഈ ഒരു ചടങ്ങിൽ ചേരുന്നുണ്ടാകും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഉണ്ടാകും. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. ദീപ്തി പറഞ്ഞതുപോലെ തന്നെ 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈ ഒരു CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിൽ 767 പോൾ ചെയ്യപ്പെട്ട 767 വോട്ടിൽ 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണന് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ 300 വോട്ടാണ്, അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് മത്സരിച്ച സുദർശനൻ റെഡ്ഡിക്ക് 300 വോട്ടുകളാണ് ലഭിച്ചിട്ടുണ്ടായത്. അതിൽ 15 വോട്ടുകൾ അസാധുവായിരുന്നു. എന്തായാലും ഈ ഒരു 152 ഭൂരിപക്ഷത്തോടെ, ആ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച CP രാധാകൃഷ്ണൻ, ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ ഇന്ന് 10 മണിയോടെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. എന്തായാലും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് ഈ ഒരു CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ജഗ്ദീപ് ധൻകർ, മുൻ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകർ പല കാരണങ്ങളാലും തൻ്റെ സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ടാണ് രണ്ടാമതൊരു ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. എന്തായാലും ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിലാണ് ഈ ഒരു CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു CP രാധാകൃഷ്ണൻ അദ്ദേഹം തിരുപ്പൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ RSS പ്രവർത്തകനായാണ്. ഇതിൽ CP രാധാകൃഷ്ണൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു RSS പ്രവർത്തകനായാണ്. പിന്നെ ജനസംഖ്യയിൽ എത്തുകയും അതിനുശേഷമാണ് പല മുന്നോട്ടുള്ള പോക്കുകളും, അതായത് ഈ ഒരു ആരംഭം എന്ന് പറയുന്നത് RSS പ്രവർത്തകനായാണ്. ഇതിൽ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുന്നേ, ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഗവർണറായിരുന്നു. അതിനുശേഷം ഈ ഒരു ഉപരാഷ്ട്രപതി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആ സ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ മഹാരാഷ്ട്ര ഗവർണർ ചുമതല ഗുജറാത്ത് ഗവർണർ ആയിരിക്കുന്ന ആചാര്യ ദേവവ്രതിന് ഈ ഒരു രാഷ്ട്രപതി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തൻ്റെ മഹാരാഷ്ട്ര ഗവർണറായ ചുമതല ഒഴിഞ്ഞതായി ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരുപ്പൂർ സ്വദേശിയാണ് അദ്ദേഹം. തിരുപ്പൂരിൽ നിന്ന്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഈ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. പിന്നെ 1980 BJP രൂപീകരിച്ച ശേഷം തമിഴ്നാട്ടിൽ പല സംഘടനാ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1998 കോയമ്പത്തൂരിൽ നിന്ന് പിന്നീട് ലോക്സഭയിലെത്തി. അതിനുശേഷം ജാർഖണ്ഡ്, തെലങ്കാന ഗവർണർ, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവികളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2024 ഈ ഒരു മഹാരാഷ്ട്ര ഗവർണറായി, 2024 ജൂലൈയിലാണ് മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉപരാഷ്ട്രപതിയായി ചുമതലയേൽക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരിക്കും ഈ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടാവുക. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരിക്കും ഈ ചടങ്ങുകൾ ഉണ്ടാവുക. എന്തായാലും അതിൽ പ്രധാനമന്ത്രി അടക്കം മറ്റ് കേന്ദ്രമന്ത്രിമാരും ഇതിൽ പങ്കെടുക്കും. ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ദീപ്തി, ശരി. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടക്കുക. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.